Hi friends, ഇന്നത്തെ ട്യൂട്ടോറിയലിൽ നമുക്ക് എങ്ങനെ കോണ്ടാക്ടസ് ഫോം ബൂട്ട്സ്ട്രാപ്പ് ഉപയോഗിച്ച് ഉണ്ടാക്കാൻ നോക്കാം. നമുക്കറിയാം ബൂട്ട്സ്ട്രാപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ വേഗത്തിൽ നമുക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ള കോണ്ടാക്ടസ് ഫോം ഉണ്ടാക്കാം. നമ്മുടെ മുന്നത്തെ ട്യൂട്ടോറിയലിൽ ഞാൻ കോണ്ടാക്ടസ് പേജിൽ ഒരു ഗൂഗിൾ മാപ്പ് മാത്രം ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്കൊരു കോണ്ടാക്ടസ് ഫോം ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ HTML ഫോൾഡറിലുള്ള contacts.html പേജ് ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതിലാദ്യം വേണ്ടത് നമ്മൾ ബൂട്ട്സ്ട്രാപ്പ് ഉപയോഗിക്കുന്നുണ്ട്. ആ ബൂട്ട്സ്ട്രാപ്പിൻ്റെ ഈ CSSഉം JS പിന്നെ നമ്മൾ വ്യൂ പോർട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ കോപ്പി ചെയ്ത് ഈ പേജിൽ കൊണ്ടുവരണം. എന്താ വെച്ചാൽ ഓരോ പേജ് ബൂട്ട്സ്ട്രാപ്പ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ആ കാര്യങ്ങൾ ആഡ് ചെയ്യണം. അതിനുശേഷം ഞാൻ ഇപ്പോൾ ഗൂഗിൾ മാപ്പിൻ്റെ ഐഫ്രെയിം കോഡ് ഇവിടെ ഉണ്ട്. അതിൻ്റെ മുകളിൽ കോണ്ടാക്ടസ് ഫോം ചെയ്യുക. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇത് ഒരു കണ്ടെയ്നറിൻ്റെ ഉള്ളിൽ നമുക്കിത് തുറക്കണം. അതിനുവേണ്ടി ക്ലാസ് കണ്ടെയ്നർ ഡിവിഷന് ഡിവിഷനുള്ളിൽ നമുക്ക് കണ്ടെയ്നർ ക്ലാസ് ആഡ് ചെയ്യാം. അതിനുശേഷം ഇപ്പോൾ നമ്മൾ കണ്ടെയ്നറിൻ്റെ ഉള്ളിലാണ്. അതിനുശേഷം വീണ്ടും ഒരു ഡിവ് തുടങ്ങാം. നമുക്ക് ഫസ്റ്റ് പാർട്ടിന് അതിൻ്റെ ക്ലാസ്സിൽ ഫോം ഗ്രൂപ്പ് എന്നുള്ള സ്റ്റൈലാണ് കൊടുക്കേണ്ടത്. ഇതെല്ലാം ബൂട്ട്സ്ട്രാപ്പിൽ ഡീഫോൾട്ട് ആയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരു നെയിം എന്നുള്ള ഫീൽഡാണ് ആഡ് ചെയ്യുന്നത്. അത് ഫസ്റ്റ് അതിന് ടെക്സ്റ്റ് കൊടുക്കണം. അതിന് ലേബൽ നെയിം കൊടുക്കുക. പിന്നെ വേണ്ടത് ഒരു ഇൻപുട്ട് ബോക്സ് ആണ്. അത് ഇൻപുട്ട് ടൈപ്പ് ടെക്സ്റ്റ് കൊടുക്കണം. ഇതിൻ്റെ അതിൻ്റെ നെയിമാണ് കൊടുക്കേണ്ടത്. പിന്നെ പ്ലേസ് ഹോൾഡർ നമ്മൾ ടെക്സ്റ്റ് ബോക്സിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാം. പ്ലീസ് എൻ്റർ നെയിം എന്ന് കൊടുക്കാം. നമുക്ക് സേവ് ചെയ്തിട്ടൊന്ന് റൺ ചെയ്ത് നോക്കാം. ഉണ്ട്, എത്ര വന്നിട്ടുണ്ട്. ഇനി ഇതിന് നെയിം ഈ ടെക്സ്റ്റ് ബോക്സിന് സ്റ്റൈൽ കൊടുക്കും. അതിനുള്ള വേണ്ടി നമുക്കൊരു ക്ലാസ് ആഡ് ചെയ്യണം. ക്ലാസ് ഫോം കൺട്രോൾ എന്ന് കൊടുക്കുന്നുണ്ട്. റൺ ചെയ്ത് നോക്കാം. നല്ല അടിപൊളി ഒരു ടെക്സ്റ്റ് ബോക്സ് വന്നിട്ടുണ്ട്. നെയിം. ഇനി നമുക്ക് അടുത്ത ഫീൽഡ് വേണ്ടത് ഇമെയിലാണ്. അപ്പോൾ നമുക്ക് ഇത് സെയിം കോഡ് ഒന്ന് കോപ്പി ചെയ്തിടാം. അത് ലേബൽ ഇമെയിൽ കൊടുക്കാം. ഇതിൻ്റെ നെയിം ഇമെയിൽ കൊടുക്കാം. പിന്നെ പ്ലീസ് എൻ്റർ ഇമെയിൽ കൊടുക്കാം. ഇനി നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. കണ്ടോ, അടുത്ത ഫീൽഡ് വന്നിട്ടുണ്ട്. പിന്നെ സെയിം ഇതിൽ തന്നെ കോപ്പി ചെയ്ത് നമുക്ക് എന്താ മെസ്സേജ് വേണം. നമുക്ക് മെസ്സേജ് അത് നമ്മൾ വലിയ ടെക്സ്റ്റ് ഏരിയയിലാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇൻപുട്ടിൻ്റെ ആവശ്യമില്ല. അതിന് പകരം ടെക്സ്റ്റ് ഏരിയ എന്ന കീവേഡ് ഉപയോഗിക്കാം. അത് ക്ലോസ് കൊടുത്ത് ഓപ്പൺ ചെയ്തു. ഇനി അതിന് നെയിം കൊടുക്കും. നെയിം മെസ്സേജ് കൊടുത്ത് ഇനി അത് ക്ലാസ് കൊടുക്കും. ക്ലാസ് ഫോം കൺട്രോൾ തന്നെ.
നമുക്കൊരു പ്ലേസ് ഹോൾഡർ കൊടുക്കാം, അതിൻ്റെ ഉള്ളിൽ ഡിസ്പ്ലേ ഉണ്ട്. പ്ലീസ് എൻ്റർ മെസ്സേജ്. നമുക്ക് അത് ടെക്സ്റ്റ് ഏരിയ വന്നിട്ടുണ്ട്, നോക്കാം. കണ്ട നല്ലൊരു ടെക്സ്റ്റ് ഏരിയ വന്നിട്ടുണ്ട്. ഇനി വേണ്ടതൊരു സബ്മിറ്റ് ബട്ടൺ ആണ്. ഇത് സബ്മിറ്റ് ചെയ്യാണ്, അത് കൊടുക്കാം. സെയിം തിങ് കോപ്പി ചെയ്യാം. ഇതിൻ്റെ ഉള്ളിൽ നമുക്കൊരു ബട്ടൺ മാത്രം മതി, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആവശ്യമില്ല. ബട്ടൺ വെച്ച് തുടങ്ങും. ടാഗ് ബട്ടൺ ഓപ്പൺ ക്ലോസിങ് വന്നു. അതിൻ്റെ ക്ലാസ് ബട്ടൺ BT എന്ന ക്ലാസ്സാണ് ബൂട്ട്സ്ട്രാപ്പിലുള്ളത്. പിന്നെ ബട്ടൺ പ്രൈമറി എന്ന് കൊടുത്താൽ നമുക്ക് ആ ബ്ലൂ കളർ ബട്ടൺ കിട്ടും. പിന്നെ നമുക്ക് ഇവിടെ സബ്മിറ്റ് ചെയ്യാനുണ്ട്, അപ്പോൾ ടൈപ്പ് സബ്മിറ്റ് എന്ന് കൊടുക്കാം. നമുക്കൊന്ന് ഓപ്പൺ ചെയ്താൽ ആ ബട്ടൻ്റെ ഉള്ളിലൊരു നെയിം കൊടുക്കണം. ഡിസ്പ്ലേ എന്തുകൊണ്ട് വെച്ചാൽ സബ്മിറ്റ് അല്ലെങ്കിൽ സെൻഡ് എന്തെങ്കിലും കൊടുക്കണം. വേണ്ട തോന്നുന്നു. ഇനി നമുക്ക് ഇവിടെ കുറച്ച് സ്പേസ് വേണം, അതിന് വേണ്ടിയിട്ട് ഇവിടെ DR ടാഗ് എടുത്ത് കൊടുക്കാം. എത്ര സ്പേസ് കൊണ്ട് വെച്ചാൽ അത്രയും DR ടാഗ് ആഡ് കൊടുക്കാം. നമുക്ക് ഗൂഗിൾ മാപ്പിൻ്റെയും ഫോമിൻ്റെ ഇടയിൽ സ്പേസ് കിട്ടിയിട്ടുണ്ട്. വേണ്ട നമുക്ക് പ്ലീസ് എൻ്റർ നെയിം, ഇമെയിൽ, മെസ്സേജ്, നല്ലൊരു ഫോം കിട്ടി. ഇനി നമുക്ക് ഈ ഭാഗം അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹോം പേജിലുണ്ടല്ലോ ഈ മെനു, ബൂട്ട്സ്ട്രാപ്പ് മെനു അങ്ങോട്ട് കോപ്പി ചെയ്തിടാം. സെയിം നവബാർ ബൂട്ട്സ്ട്രാപ്പിൻ്റെ ഈ കോഡ് അവിടെ കോപ്പി ചെയ്തിട്ടാണ്. കണ്ടോ കോണ്ടാക്ട് ഫോമിൽ നമുക്ക് അതേ മെനു കിട്ടി. അവിടെ അടിപൊളി ഒരു കോണ്ടാക്ട് പേജ് ക്രിയേറ്റ് ചെയ്തില്ലേ. ഈ കൂട്ടുകാർ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചോളൂ.